നമസ്കാരം. മിഡിച്ചവർ തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഈ മാസം 11-ന് അറഫാ ദിനമായി കണക്കാക്കും. സൗദിയിൽ എവിടെയും മാസപ്പിറവി കണ്ടില്ല. ഗൾഫിലും അറബ് രാജ്യങ്ങളിലും ബലിപെരുന്നാൾ 12-ന്. മതിയായ രേഖകളില്ലാത്തവർ ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്നിടത്ത് പ്രവേശിക്കുന്നതിന് കർശന വിലക്ക്. മക്കയുടെ അതിർത്തിയിലും ഉൾപ്രദേശത്തും സുരക്ഷ കർശനമാക്കും. സൗദി അറേബ്യൻ തൊഴിൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ കിഴക്കൻ പ്രവിശ്യയിൽ വ്യാപക പരിശോധന. മതിയായ രേഖകളില്ലാത്ത 450 നിയമലംഘകർ പിടിയിൽ. 74 സ്വകാര്യ സ്ഥാപനങ്ങൾക്കെതിരെയും നടപടി. സൗദി അറേബ്യയുടെ ദേശീയ വൈദ്യുത സ്ഥാപനമായ സൗദി ഇലക്ട്രിസിറ്റി കമ്പനി സ്വകാര്യവൽക്കരിക്കുന്നു. നടപടി സേവന മേഖലയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ. ഈ വർഷം അവസാനത്തോടെ സ്വകാര്യവൽക്കരണം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി SEC ചെയർമാൻ. ദുബായിൽ തീപിടിച്ച വിമാനത്തിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച UAE അഗ്നിശമന സേനാംഗത്തിന് ഗൾഫ് മാധ്യമത്തിന്റെയും മീഡിയ വണ്ണിന്റെയും ആദരം. ജാസിം ഈസ അൽ ബലൂഷിയെ ആദരിക്കുന്ന ചടങ്ങ് അല്പസമയത്തിനകം റാസൽ ഖൈമയിൽ തുടങ്ങും. മന്ത്രി BS സുനിൽകുമാർ അടക്കം പ്രമുഖർ പങ്കെടുക്കും. സ്വാശ്രയ മെഡിക്കൽ ഫീസ് ഘടനയായി 20% BPL സീറ്റുകളിൽ നിലവിലെ 25,000 രൂപ തുടരും. 30% മെറിറ്റ് സീറ്റുകളിലെ ഫീസ് 2.5 ലക്ഷമായി ഉയർത്തി. 50% മാനേജ്മെന്റ് സീറ്റുകളിൽ 11 മുതൽ 15 ലക്ഷം വരെ. ഡെന്റൽ പ്രവേശത്തിലും ധാരണയായി. വിശദമായ വാർത്തകളിലേക്ക്. സൗദി അറേബ്യയിൽ എവിടെയും മാസപ്പിറവി കാണാത്തതിനാൽ സെപ്റ്റംബർ 11 ഞായറാഴ്ച അറഫാ ദിനമായി കണക്കാക്കും. ഇതനുസരിച്ച് ഗൾഫിലും അയൽ അറബ് രാജ്യങ്ങളിലും ബലിപെരുന്നാൾ സെപ്റ്റംബർ 12 തിങ്കളാഴ്ചയായിരിക്കും. കൂടുതൽ വിവരങ്ങൾ നൽകാൻ മക്കയിൽ നിന്നും റബി മുഹമ്മദ് ചേരുന്നു. റബി, സെപ്റ്റംബർ 11 തന്നെയാണ് അറഫാ ദിനം എന്നത് സംബന്ധിച്ച് സൗദി സുപ്രീം കൗൺസിലിൽ നിന്നും ഔദ്യോഗിക സ്ഥിരീകരണമുണ്ടായോ? അഞ്ജിത, ഈ ദുൽഹജ്ജ് 29 ഇന്ന് മാസപ്പിറവി ദർശിക്കാൻ സാധ്യതയുള്ളതിനാൽ സൗദിയുടെ വിവിധ ഭാഗങ്ങളിലെല്ലാം തന്നെ മാസപ്പിറവി കാണുന്നതിനുള്ള ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. സ്ഥിരമായി മാസപ്പിറവി കാണാറുള്ള റിയാദിലെ പരിസരമായ ചക്ര, അതുപോലെ തന്നെ സുദൈർ എന്നിവിടങ്ങളിലെല്ലാം തന്നെ ഗോളശാസ്ത്രജ്ഞരും അതുപോലെ തന്നെ മാസപ്പിറവി കാണാൻ എത്തിയെങ്കിലും ഇന്ന് ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടുകളാണ് സൗദി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദുൽഹജ്ജ് നാളെ ദുൽഖഅദ് 30 പരിഗണിച്ച് ശനിയാഴ്ച ദുൽഹജ്ജ് ഹജ്ജ് മാസം 1 കണക്കാക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതനുസരിച്ച് സെപ്റ്റംബർ 11 ഞായറാഴ്ചയായിരിക്കും ഹജ്ജിന്റെ ഏറ്റവും പ്രധാന ചടങ്ങായ അറഫ സംഗമം നടക്കുക. ഇത് സംബന്ധിച്ച സൗദി സുപ്രീം കോടതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകും. അത് ഈ കണക്കനുസരിച്ച് പിറ്റേ ദിവസം 12-ന് തിങ്കളാഴ്ചയായിരിക്കും ബലിപെരുന്നാൾ. ഹജ്ജിന്റെ ഏറ്റവും പ്രധാന ചടങ്ങായ അറഫ സംഗമം സെപ്റ്റംബർ 11-നായിരിക്കും. അതോടൊപ്പം തന്നെ സെപ്റ്റംബർ ശനിയാഴ്ചയായിരിക്കും ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കുക. അന്ന് തീർത്ഥാടക ലക്ഷങ്ങൾ തമ്പുകളുടെ നഗരിയായ മിനായിൽ എത്തിച്ചേരും. അതോടുകൂടി ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കമാവും. അറഫ സംഗമം അതുപോലെ തന്നെ പിറ്റേ ദിവസം ഹജ്ജിലെ ഏറ്റവും തിരക്കേറിയ ദിവസമായിരിക്കും 12-ാം തീയതി. ജംറയിലെ കല്ലേറ് അതുപോലെ തന്നെ മസ്ജിദുൽ ഹറാമിൽ തവാഫും സഅയും നിർവഹിക്കുന്ന ഹാജിമാർക്ക് അന്ന് തന്നെ ബലികർമ്മവും നിർവഹിക്കും. തുടർന്നുള്ള 3 ദിവസങ്ങളിൽ കൂടെ മിനായിലെ തമ്പുകളിൽ താമസിച്ച് കല്ലേറ് കർമ്മം നടത്തി സെപ്റ്റംബർ 15-നായിരിക്കും ഹജ്ജ് കർമ്മങ്ങൾക്ക് അവസാനം കുറിക്കുക. തീർത്ഥാടക ലക്ഷങ്ങൾ ഇപ്പോൾ മക്കയിലേക്കുള്ള യാത്ര ഏറ്റവും അവസാന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു. ഇതിനകം 9.5 ലക്ഷത്തിലധികം വിദേശ തീർത്ഥാടകർ മക്കയിൽ എത്തിയിട്ടുണ്ട്. സെപ്റ്റംബർ 10 സൗദിയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ആഭ്യന്തര തീർത്ഥാടകർ ഏകദേശം 7 ലക്ഷത്തോളം തീർത്ഥാടകരും എത്തിച്ചേരും. മൊത്തം 20 ലക്ഷത്തോളം ഹാജിമാരായിരിക്കും ഇത്തവണ ഹജ്ജിനെത്തുക. ഹജ്ജിനുള്ള ഒരുക്കങ്ങൾ മക്കയിലും അതുപോലെ തന്നെ ഹജ്ജ് നടക്കുന്ന മിന, മുസ്ദലിഫ, അറഫ എന്നിവിടങ്ങളിലെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. ഈ ഹജ്ജ് മാസപ്പിറവി ഇന്ന് കാണാത്തതിനെ തുടർന്ന് ബലിപെരുന്നാളും അയൽ അറബ് രാജ്യങ്ങളും അതുപോലെ തന്നെ GCC രാജ്യങ്ങളും അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. സൗദി അറേബ്യയിലെ പ്രഖ്യാപനത്തിനനുസരിച്ചായിരിക്കും ഈ രാജ്യങ്ങളും സെപ്റ്റംബർ 12-ന് ബലിപെരുന്നാളായി പ്രഖ്യാപിക്കുക. സൗദി അറേബ്യയിൽ എവിടെയും മാസപ്പിറവി കാണാത്തതിനാൽ സെപ്റ്റംബർ 11 ഞായറാഴ്ച അറഫാ ദിനമായി കണക്കാക്കും. ഇതനുസരിച്ച് ഗൾഫിലും അയൽ അറബ് രാജ്യങ്ങളിലും ബലിപെരുന്നാൾ സെപ്റ്റംബർ 12 തിങ്കളാഴ്ചയായിരിക്കും. വിവരങ്ങളാണ് മക്കയിൽ നിന്നും റബി മുഹമ്മദ് നൽകിയത്. മതിയായ രേഖകളില്ലാത്തവർ ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് കർശന വിലക്ക് ഏർപ്പെടുത്തി. മിന, അറഫ, മുസ്ദലിഫ എന്നിവിടങ്ങളിലേക്കുള്ള അനധികൃത പ്രവേശനം തടയാൻ മക്കയുടെ അതിർത്തികളിലും ഉൾപ്രദേശങ്ങളിലും സുരക്ഷ കർശനമാക്കും. ഇത്തരക്കാരെ കണ്ടുപിടിക്കുന്നതിന് സുരക്ഷാ വകുപ്പുകളുടെ പങ്കാളിത്തത്തോടെ പെട്രോളിംഗിനായി കൂടുതൽ സംഘങ്ങളെ നിയോഗിക്കാനാണ് തീരുമാനം.
ദുൽഹജ്ജ് 8-9 ദിവസങ്ങളിൽ മക്കയുടെ അതിർത്തികളിലും ഉൾപ്രദേശങ്ങളിലും സുരക്ഷയും നിരീക്ഷണവും ശക്തമാക്കുമെന്ന് ഹജ്ജ് സുരക്ഷാ സേനാ മേധാവി ജനറൽ ഖാലിദ് അൽ ഹർബി പറഞ്ഞു. ഹജ്ജ് അനുമതി പത്രമില്ലാതെ പുണ്യസ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് കർശനമായും തടയും. അനധികൃതമായി പ്രവേശിക്കുന്നവരെ സഹായിക്കുന്നവർക്കും കടുത്ത ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും. പുണ്യസ്ഥലങ്ങളിലേക്കുള്ള പോക്കുവരവുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ കൺട്രോൾ റൂമിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഘമുണ്ടാകും. തീർത്ഥാടകരുടെ സുരക്ഷ പരിഗണിച്ച ജംറകളിലേക്കുള്ള വഴികളിൽ തടസ്സമായി നിന്നിരുന്ന ഏതാനും തമ്പുകൾ നീക്കം ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇതുവരെ ഹജ്ജ് അനുമതി പത്രമില്ലാതെ മക്കയിലേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിച്ച 1,64,000 പേരെ മടക്കി അയച്ചു. 34,742 വാഹനങ്ങൾ പിടികൂടുകയും ചെയ്തു. ജിദ്ദയിൽ നിന്നും മറ്റു പ്രദേശങ്ങളിൽ നിന്നും സ്വന്തം വാഹനങ്ങളിൽ ഹജ്ജിനെത്തിയ ബന്ധുക്കളെ കാണാൻ മക്കയിലേക്ക് പുറപ്പെട്ട നിരവധി പേരെ ചെക്ക് പോയിന്റിൽ തടഞ്ഞുവെച്ച വിരലടയാളം രേഖപ്പെടുത്തി. ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടവർ ഇക്കാമ പുതുക്കുമ്പോഴും മറ്റും നിയമക്കുരുക്കിൽ കുടുങ്ങുന്നുമുണ്ട്. ഹജ്ജ് അനുമതി പത്രമില്ലാതെ മക്കയിലേക്ക് കടക്കാൻ ശ്രമിക്കരുതെന്ന SMS സന്ദേശം ഹജ്ജ് ആഭ്യന്തര മന്ത്രാലയങ്ങൾ അയക്കുന്നുമുണ്ട്. മുന്നറിയിപ്പ് അവഗണിച്ച ബന്ധുക്കളെയും മറ്റും കാണാൻ മക്കയിലേക്ക് തിരിക്കുന്ന നിരവധി പേരാണ് സുരക്ഷാ പരിശോധനയിൽ കുടുങ്ങുന്നത്. മീഡിയ 1 മക്ക. ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരുടെ ആരോഗ്യ പരിചരണത്തിന് മികച്ച സംവിധാനങ്ങളാണ് ഹജ്ജ് മിഷൻ ഒരുക്കിയിട്ടുള്ളത്. മക്കയിലും മദീനയിലും ജിദ്ദ ഹജ്ജ് ടെർമിനലിലും മെഡിക്കൽ ടീമിന്റെ സേവനം ലഭ്യമാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി ഡെപ്യൂട്ടേഷനിലെത്തിയ 300ഓളം പേരാണ് മെഡിക്കൽ സംഘത്തിലുള്ളത്. മക്കയിൽ 2 ആശുപത്രികളും 13 ഡിസ്പെൻസറികളുമാണ് ഇന്ത്യൻ ഹജ്ജ് മിഷനിൽ പ്രവർത്തിക്കുന്നത്. ഗ്രീൻ കാറ്റഗറിയിലും അസീസയിലുമാണ് ആധുനിക സൗകര്യങ്ങളോടെ 40 കിടക്കകളുള്ള ആശുപത്രികളുള്ളത്. ഒരു ഡിസ്പെൻസറി ഉൾപ്പെടെ 4 സെന്ററുകളാണ് തീർത്ഥാടകർക്ക് വേണ്ടി മദീനയിൽ പ്രവർത്തിക്കുന്നത്. ജിദ്ദ ഹജ്ജ് ടെർമിനലിലും മെഡിക്കൽ സൗകര്യം ലഭ്യമാണ്. തുടർ ചികിത്സ ആവശ്യമുള്ളവരെ സൗദി ആശുപത്രികളിൽ എത്തിക്കുകയും ചെയ്യും. സൗജന്യ വിതരണത്തിനായി വിവിധ മരുന്നുകളും ഇന്ത്യയിൽ നിന്ന് എത്തിച്ചിട്ടുണ്ട്. 132 ഡോക്ടർമാരും 145 പാരാമെഡിക്കൽ ജീവനക്കാരുമാണ് മെഡിക്കൽ സംഘത്തിലുള്ളത്. സ്വകാര്യ ഗ്രൂപ്പുകളിലെ ഹാജിമാർക്കുൾപ്പെടെ 24 മണിക്കൂറും ഇവരുടെ സേവനം ലഭ്യമാണ്. For all basic specialities, we've got almost all basic specialities. To the extent we have psychiatrists also, we've got skin specialists also, to take care of whatever ailments which may arise among the Hajis. 80,000 OP ടിക്കറ്റുകളാണ് വിവിധ സെന്ററുകളിൽ നിന്നായി ഇന്നലെ വരെ നൽകിയത്. 7,500ഓളം ഹാജിമാർക്ക് മൊബൈൽ മെഡിക്കൽ സംഘവും ചികിത്സ നൽകി. 5 മലയാളികൾ ഉൾപ്പെടെ 27 തീർത്ഥാടകർ ഇതിനകം മരിക്കുകയും ചെയ്തു. ഇവരുടെ മൃതദേഹങ്ങൾ മക്കയിലും മദീനയിലും ഖബറടക്കി. മക്കയിൽ നിന്നും റബി മുഹമ്മദ്, മീഡിയ 1. ഈ വർഷത്തെ ഹജ്ജിനായി ഖത്തറിൽ നിന്നും പോകുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശ ഹാജിമാർ സൗദി അറേബ്യയിലേക്ക് യാത്ര തിരിച്ചു. കരമാർഗം പോകുന്ന അവസാന സംഘമാണ് ഇന്ന് യാത്ര തിരിച്ചത്. കരമാർഗം ഹാജിമാരെ കൊണ്ടുപോകുന്നതിന് അനുമതിയുള്ള ഹംലത്തുൽ ഹമ്മദി മുഖേനയാണ് തീർത്ഥാടകർ പോകുന്നത്. ഈ വർഷം 1200 പേർക്കാണ് രാജ്യത്തു നിന്നും ഹജ്ജിന് അവസരം ലഭിച്ചത്. ഇവരിൽ 300 പേർ മാത്രമാണ് വിദേശികൾ. ഖത്തർ ഹജ്ജ് മിഷൻ നേരത്തെ ഓൺലൈൻ വഴി അപേക്ഷ ക്ഷണിച്ച നറുക്കെടുപ്പിലൂടെയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. സൗദി അറേബ്യൻ തൊഴിൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ കിഴക്കൻ പ്രവിശ്യയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക പരിശോധന നടത്തി. തൊഴിൽ വകുപ്പ് വിവിധ വകുപ്പുകളുമായി സഹകരിച്ച് നടത്തിയ പരിശോധനയിൽ മതിയായ രേഖകളില്ലാത്ത 450 നിയമലംഘകർ പിടിയിലായി. വ്യത്യസ്ത കാരണങ്ങളാൽ 74 സ്വകാര്യ സ്ഥാപനങ്ങൾക്കെതിരെയും നടപടിയെടുത്തിട്ടുണ്ട്. ഇഖാമയും മതിയായ രേഖകളുമില്ലാത്തവരുമാണ് പിടിയിലായ വിദേശികളിൽ അധികവും. അനധികൃതമായി മറ്റ് സ്പോൺസർമാരുടെ കീഴിൽ ജോലി ചെയ്തവരും ഇവരിലുണ്ട്. വ്യാപാര കേന്ദ്രങ്ങൾ, മാളുകൾ, മെഡിക്കൽ ഷോപ്പുകൾ, സ്പെയർ പാർട്സ് കടകൾ, ഹോട്ടലുകൾ എന്നിവിടങ്ങളിലാണ് തൊഴിൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം എത്തിയത്. ദമാം, അൽഖോബാർ, ജുബൈൽ എന്നീ സ്ഥലങ്ങളിലാണ് പരിശോധന നടന്നത്. സ്ഥാപനത്തിന്റെ രേഖകളിലെ ക്രമക്കേടുകൾ, അനുവദിച്ചതിലും കൂടുതൽ ജീവനക്കാരുടെ സാന്നിധ്യം, സ്വദേശി ജീവനക്കാരുടെ അനുപാതത്തിലെ കുറവ്, മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളുടെ അഭാവം എന്നിങ്ങനെ നിരവധി കാരണങ്ങളിലാണ് സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുത്തത്. മൊബൈൽ കടകളിലെ സ്വദേശീവൽക്കരണത്തെ തുടർന്ന് നടന്ന പരിശോധനയിൽ 300 സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുത്തു. സ്വദേശീവൽക്കരിച്ച തൊഴിൽ മേഖലകളിൽ സൗദികളെ നിയമിക്കാത്ത സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. മീഡിയ 1 ദമാം. സൗദി അറേബ്യയുടെ ദേശീയ വൈദ്യുതി സ്ഥാപനമായ സൗദി ഇലക്ട്രിസിറ്റി കമ്പനിയും സ്വകാര്യവൽക്കരിക്കുന്നു. രാജ്യത്തിന്റെ സേവന മേഖലയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയെന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് നടപടി. ഈ വർഷം അവസാനത്തോടെ സ്ഥാപനത്തിന്റെ ആസ്തികളിലുള്ള സ്വകാര്യവൽക്കരണം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് SEC ചെയർമാൻ സാലിഹ് അൽ അവാജി വ്യക്തമാക്കി. സേവനം കൂടുതൽ മികവുറ്റതാക്കുന്നതിനായി വ്യത്യസ്ത കമ്പനികളായി വേർതിരിക്കുമെന്ന് റെഗുലേറ്ററി അതോറിറ്റി കഴിഞ്ഞ ഫെബ്രുവരിയിൽ സൂചിപ്പിച്ചിരുന്നു. സൗദി ഇലക്ട്രിസിറ്റി കമ്പനിയുടെ 15 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി വൈദ്യുതി ഉപഭോഗം ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണെന്നും അവാജി പറഞ്ഞു. ഊർജ്ജരംഗത്തെ സബ്സിഡി സർക്കാർ എടുത്തുമാറ്റിയതിനെ തുടർന്നാണിത്. തലസ്ഥാന നഗരത്തിന്റെയും സമീപ പ്രവിശ്യകളുടെയും ഊർജ്ജാവശ്യത്തിനായി വിഭാവനം ചെയ്യുന്ന പുതിയ പവർ പ്ലാന്റിന്റെ ടെൻഡർ നടപടികൾ ഇക്കൊല്ലം അവസാനത്തോടെ ആരംഭിക്കും.
ഇൻഡിപെൻഡന്റ് പവർ പ്രൊഡ്യൂസർ എന്ന നിലയിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. 5000-ലേറെ മെഗാവാട്ട് വൈദ്യുതി ഈ പ്ലാന്റിൽ നിന്നും ലഭിക്കും. മീഡിയ 1 ദമാം. ടാക്സി സേവന മേഖല വ്യവസ്ഥാപിതമാക്കാനൊരുങ്ങി കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം. മീറ്റർ പ്രവർത്തിപ്പിക്കാതെയോ കൃത്രിമം കാണിച്ചോ സർവീസ് നടത്തുന്ന ടാക്സികൾ 2 മാസത്തേക്ക് പിടിച്ചുവെക്കും. യാത്രക്കാരുടെ പരാതികൾ സ്വീകരിക്കാൻ ഹോട്ട്ലൈൻ നമ്പറുകൾ ട്രാൻസ്പോർട്ട് നിരക്ക് വർധനയുടെ പശ്ചാത്തലത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് അധികൃതർ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. വാണിജ്യ വ്യവസായ മന്ത്രാലയവുമായി ചേർന്ന് നടത്തിയ വിശദമായ പഠനങ്ങൾക്ക് ശേഷമാണ് ടാക്സി ബസ് ചാർജുകൾ പുതുക്കി നിശ്ചയിക്കുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ ഗതാഗത വിഭാഗം മേധാവി മേജർ ജനറൽ ഫഹദ് അൽ ഷുവൈ പറഞ്ഞു. പഠന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ട്രാൻസ്പോർട്ട് കമ്പനികളുടെയും യാത്രക്കാരുടെയും അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള താരിഫാണ് നടപ്പിലാക്കിയത്. പെട്രോൾ സബ്സിഡി എടുത്തുകളയുന്നതോടെ പൊതുഗതാഗത സംവിധാനങ്ങളുടെ നടത്തിപ്പ് ചെലവ് ഗണ്യമായി വർദ്ധിക്കും. ഇക്കാര്യം പരിഗണിച്ചാണ് നിരക്ക് വർധനയ്ക്ക് അനുമതി നൽകിയത്. പുതുക്കിയ താരിഫ് ഇതര GCC രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറവാണെന്നും ട്രാഫിക് മേധാവി കൂട്ടിച്ചേർത്തു. ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട യാത്രാ നിരക്കുകൾ പാലിക്കാതെയോ മീറ്റർ പ്രവർത്തിപ്പിക്കാതെയോ സർവീസ് നടത്തരുതെന്നും അദ്ദേഹം ടാക്സി ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പ് നൽകി. നിയമം ലംഘിക്കുന്നതായി പരാതി ലഭിച്ചാൽ 2 മാസത്തേക്ക് വാഹനം പിടിച്ചെടുക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും. യാത്രക്കാർക്ക് ഗതാഗത സേവനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ ഗതാഗത വകുപ്പിന്റെ ഹോട്ട്ലൈൻ നമ്പറുകളിൽ വിളിച്ചറിയിക്കാവുന്നതാണ്. 777, 888, 999 എന്നിവയാണ് ഹോട്ട്ലൈൻ നമ്പറുകൾ. പരാതി ലഭിച്ചാലുടൻ ഏറ്റവും അടുത്തുള്ള പെട്രോൾ യൂണിറ്റ് യാത്രക്കാരുടെ സഹായത്തിനെത്തുമെന്നും അധികൃതർ അറിയിച്ചു. ആഭ്യന്തര മന്ത്രാലയം പബ്ലിക് റിലേഷൻസ് മേധാവി ബ്രിഗേഡിയർ ആദിൽ അൽ ഹഷാഷ്, ഫത്വ വിഭാഗം മേധാവി ലഫ്റ്റനന്റ് കേണൽ ആദിൽ അൽ ജർക്കി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 കുവൈറ്റ്. വൻകിട നിർമ്മാണ കമ്പനിയായ സൗദി ബിൻ ലാദനിലെ തൊഴിലാളികളുടെ മുഴുവൻ ശമ്പള കുടിശ്ശികയും സെപ്റ്റംബർ 5-ന് വിതരണം ചെയ്യും. ഇത് സംബന്ധിച്ച് കമ്പനിയുടെ ഔദ്യോഗിക അറിയിപ്പ് ഇന്നലെ തൊഴിലാളികൾക്ക് ലഭ്യമായി. മലയാളികൾ ഉൾപ്പെടെയുള്ള 10,000-കണക്കിന് തൊഴിലാളികൾക്ക് ആശ്വാസമാണ് കമ്പനിയുടെ പ്രഖ്യാപനം. മക്കയിലെ ക്രെയിൻ അപകടത്തെ തുടർന്ന് സൗദി സർക്കാർ ബിൻ ലാദൻ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തിയിരുന്നു. ഇതോടെ കമ്പനി സാമ്പത്തിക പ്രതിസന്ധിയിലായി. മലയാളികൾ ഉൾപ്പെടെ 10,000-കണക്കിന് തൊഴിലാളികളുടെ ശമ്പളം ഇതോടെ 9 മാസത്തോളം മുടങ്ങി. 30,000-തോളം തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. ഇതിനെതിരെ തൊഴിലാളികൾ സമരത്തിലായിരുന്നു. പല സമരങ്ങളും അക്രമാസക്തമായി. ജൂൺ മാസത്തിൽ നിരോധനം നീക്കിയതോടെ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു. ഇതിനുശേഷമാണിപ്പോൾ മുടങ്ങിയ ശമ്പളം നൽകുമെന്ന കമ്പനിയുടെ പ്രഖ്യാപനം. കമ്പനിയുടെ പ്രഖ്യാപനത്തിൽ സന്തോഷത്തിലാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ. ഫൈനൽ എക്സിറ്റിൽ നാട്ടിലേക്ക് മടങ്ങാൻ കാത്തിരിക്കുന്ന തൊഴിലാളികൾക്കും ഏറെ ആശ്വാസമാകും തീരുമാനം. സൗദി സർക്കാരിന്റെ ഭീമൻ പദ്ധതികളുടെ നിർമ്മാണത്തിൽ പങ്കാളിയായിരുന്നു ബിൻ ലാദൻ കമ്പനി. ബിൻ ലാദൻ കമ്പനിക്ക് വിലക്ക് വന്നതോടെ ഇതിനു കീഴിൽ ഉപകരാറെടുത്ത ചെറിയ കമ്പനികളും പ്രതിസന്ധിയിലായിരുന്നു. ഇവരും പ്രതീക്ഷയിലാണിപ്പോൾ പുതിയ തീരുമാനത്തിൽ. മീഡിയ 1 ജിദ്ദ. പ്രവാസികളുടെ സഹകരണത്തോടെ കേരളത്തിൽ 15 അഗ്രോ പാർക്കുകൾ ആരംഭിക്കുമെന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ പറഞ്ഞു. ദുബായിലെത്തിയ മന്ത്രി ഗൾഫ് മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. അഗ്രോ പാർക്കുകൾ 2 വർഷത്തിനകം നിലവിൽ വരുമെന്നും മന്ത്രി അറിയിച്ചു. പ്രവാസികൾക്ക് നിക്ഷേപം നടത്താവുന്ന ചെറുതും വലുതുമായ 15 അഗ്രോ പാർക്കുകൾക്കാണ് സർക്കാർ പദ്ധതിയിടുന്നത്. ഇതിന്റെ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് ഈ മാസം 30-ന് സമർപ്പിക്കും. നവംബറിൽ കാർഷിക രംഗത്തെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കായുള്ള ശില്പശാല സംഘടിപ്പിക്കുമെന്നും കൃഷിമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ തനത് ഉൽപ്പന്നങ്ങളായ നാളികേരം, പഴവർഗ്ഗങ്ങൾ, അരി, തേൻ തുടങ്ങിയവയ്ക്ക് ആഗോള മാർക്കറ്റ് ഒരുക്കാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. കേരളത്തിന്റെ കാർഷിക ഉൽപ്പന്നങ്ങൾ ബ്രാൻഡ് ചെയ്ത് നാട്ടിലും വിദേശത്തും വിപണിയിലെത്തിക്കും. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് ഊന്നൽ നൽകിയാവും പദ്ധതി നടപ്പാക്കുകയെന്നും മന്ത്രി VS സുനിൽകുമാർ പറഞ്ഞു. മീഡിയ 1 ദുബായ്. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പുതിയ അറിവുകളും രീതികളും പരസ്പരം പങ്കുവെക്കുന്നതിനായി വിദേശ ഡോക്ടർമാരുടെ സംഘം കുവൈത്തിലെത്തുന്നു. ഇന്ത്യ ഉൾപ്പെടെ 8ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരാണ് ഈ മാസം കുവൈത്ത് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ക്ഷണം സ്വീകരിച്ച് സന്ദർശനത്തിനെത്തുന്നത്. കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് മേധാവി ഫൈസൽ അൽ ദൂസരിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇന്ത്യക്ക് പുറമെ അമേരിക്ക, ഇറ്റലി, കാനഡ, ഹംഗേറിയ, ബ്രിട്ടൻ, ഫ്രാൻസ്, അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധരായ 12 ഡോക്ടർമാരാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ക്ഷണം സ്വീകരിച്ച് രാജ്യത്തെത്തുക. ആരോഗ്യമേഖലയെ പരിപോഷിപ്പിക്കുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് വിദഗ്ധ സംഘത്തിന്റെ സന്ദർശനം. ആരോഗ്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന സിംബോസിയങ്ങളിലും സെമിനാറുകളിലും വിദേശ ഡോക്ടർമാർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. ക്യാൻസർ, ട്യൂമർ, ENT, ന്യൂറോ സർജറി തുടങ്ങിയ മേഖലകളിൽ ലോകതലത്തിൽ പ്രശസ്തരായ ഡോക്ടർമാർ വിവിധ ശസ്ത്രക്രിയകൾക്കും നേതൃത്വം നൽകും. ട്യൂമർ നീക്കം ചെയ്യൽ, അവയവമാറ്റം തുടങ്ങിയ സങ്കീർണമായ ശസ്ത്രക്രിയകളിൽ ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെയുള്ള പരിശീലനവും വിദഗ്ധ സംഘത്തിന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി ആരോഗ്യ മന്ത്രാലയത്തിലെ ഡോക്ടർമാർക്ക് ലഭ്യമാക്കുമെന്നും ഫൈസൽ അൽ ദൂസരി കൂട്ടിച്ചേർത്തു. മീഡിയ 1 കുവൈറ്റ് സിറ്റി.
UAE നിവാസികൾ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി വർഷം 12.5 ലക്ഷം രൂപയോളം ചെലവിടുന്നതായി റിപ്പോർട്ട്. ഉന്നത വിദ്യാഭ്യാസ ചെലവിന്റെ അന്താരാഷ്ട്ര ശരാശരിയേക്കാൾ 140% കൂടുതലാണിത്. പ്രമുഖ ബാങ്കായ HSBC നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. 67,440 ദിർഹമാണ് മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനായി UAEയിൽ വേണ്ടിവരുന്ന ശരാശരി ചെലവ്. 28,030 ദിർഹമാണ് അന്താരാഷ്ട്ര തലത്തിലെ ശരാശരി. 58% UAEക്കാരും മക്കളെ വിദേശത്തയച്ച് പഠിപ്പിക്കുന്നവരാണ്. ഇന്തോനേഷ്യക്ക് പിന്നിൽ 2ാം സ്ഥാനത്താണ് ഇക്കാര്യത്തിൽ UAE. അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ UAEക്കാർ പഠിക്കുന്നത്. ബ്രിട്ടൻ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾക്കാണ് പിന്നീട് പരിഗണന നൽകുന്നത്. ഈ 3 രാജ്യങ്ങളും ഉന്നത വിദ്യാഭ്യാസത്തിന് ഏറെ ചെലവുള്ളവയാണ്. കൂടുതൽ UAEക്കാരും തങ്ങളുടെ മക്കളെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് വിടുന്നവരാണ്. 26% വരും ഇവർ. മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് പ്രതിവർഷം UAEക്കാർ ചെലവഴിക്കുന്നത് $26,558 മുതൽ $44,724 വരെയാണ്. മക്കളെ ഉന്നത വിദ്യാഭ്യാസത്തിന് പറഞ്ഞയക്കാൻ ഉദ്ദേശിക്കുന്ന രാജ്യത്ത് നിക്ഷേപം നടത്താൻ 52% UAEക്കാരും താൽപര്യപ്പെടുന്നു. രാജ്യത്തെ 10ൽ 6 രക്ഷിതാക്കളും തങ്ങളുടെ മക്കൾക്ക് എന്ത് വിദ്യാഭ്യാസം നൽകണമെന്ന് അവരെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് അയക്കും മുൻപേ തീരുമാനിക്കുന്നുണ്ട്. 10ൽ 7 പേരും വരുമാനത്തിൽ നിന്ന് മക്കളുടെ വിദ്യാഭ്യാസ ചെലവ് കണ്ടെത്താൻ കഴിയുമെന്ന് കരുതുന്നു. ആവശ്യമെങ്കിൽ വിദ്യാഭ്യാസ ലോൺ എടുക്കാമെന്ന് 64% പേർ കരുതുന്നുവെന്നും പഠനം പറയുന്നുണ്ട്. മീഡിയ 1 അബുദാബി. ദുബൈയിൽ തീപിടിച്ച് തിരുവനന്തപുരം എമിറേറ്റ്സ് വിമാനത്തിലെ യാത്രക്കാരെ രക്ഷിക്കവേ രക്തസാക്ഷിയായ UAE അഗ്നിശമന സേനാംഗം ജാസിം ഈസ അൽ ബലൂഷിയെ മരണാനന്തര ബഹുമതി നൽകി ആദരിക്കുന്ന ചടങ്ങ് റാസൽ ഖൈമയിൽ തുടങ്ങി. UAE സാംസ്കാരിക മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ ഗൾഫ് മാധ്യമവും മീഡിയ 1 ഒരുക്കുന്ന പരിപാടിക്കെത്തിയ കൃഷിമന്ത്രി VS സുനിൽകുമാർ അടക്കമുള്ള പ്രമുഖരുടെ പ്രതികരണങ്ങളിലേക്ക്. ചടങ്ങ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് മലയാളികളെ സംബന്ധിച്ച് നമുക്കുള്ളൊരു കടപ്പാട് ഈ ഒരു കുടുംബത്തോടും പ്രത്യേകിച്ച് UAE ഫയർ ഫൈറ്റിംഗ് ഫോഴ്സിനോടുള്ള ഒരു വലിയ കടപ്പാടാണ്. കാരണം ലോകത്തിലെ തന്നെ ഒരു വലിയ ഒരു രക്ഷപ്പെടുത്തലാണ് ഇവിടെ നടന്നത്. ഒരു മഹാദുരന്തമായി മാറിയേക്കാമായിരുന്ന ഒരു സംഭവത്തെ 90 സെക്കൻഡ് കൊണ്ട് 300-ലധികം ജീവനുകളെ വിസ്മയകരമായിട്ടാണ് രക്ഷപ്പെടുത്തിയത്. അതിൽ ഒരു നമ്മുടെ ഒരു സഹോദരൻ മരണപ്പെട്ടു പോയി എന്ന് പറയുന്നത് അവരുടെ കുടുംബത്തിന് മാത്രം നഷ്ടമല്ല, നമ്മുടെ പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ച് നമ്മുടെ സ്വന്തം സഹോദരൻ്റെ മരണം പോലെ തന്നെ ദുഃഖമായിട്ടുള്ളൊരു കാര്യമാണ്. This function, it reflects the strong relationship between the UAE and India, especially how dear Indian community to us, to Emiratis, that we give our life to save them. And also Indians are very dear to us and to protect them in the air or on ground. ജാസിമുൽ ഖൈറായത് എങ്ങനെയാണ് എന്ന് ജനങ്ങളോട് പറയുവാനും ആണ് ഇത്തരമൊരു പരിപാടി നാം ഉദ്ദേശിച്ചിട്ടുള്ളത്. നന്മയുടെ ജാസിം എന്നാണ് ജാസിമുൽ ഖൈറിൻ്റെ അർത്ഥം. ഓരോ പ്രവാസിയും നന്മയുടെ ജാസിമായി തീരണം എന്നാണ് ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ളത്. ഈ സമ്മേളനത്തിൻ്റെ സന്ദേശവും അത് തന്നെയാണ്. ദുബൈയിൽ തീപിടിച്ച് തിരുവനന്തപുരം എമിറേറ്റ്സ് വിമാനത്തിലെ യാത്രക്കാരെ രക്ഷിക്കവേ രക്തസാക്ഷിയായ UAE അഗ്നിശമന സേനാംഗം ജാസിം ഈസ അൽ ബലൂഷിയെ മരണാനന്തര ബഹുമതി നൽകി ആദരിക്കുന്ന ചടങ്ങ് റാസൽ ഖൈമയിൽ കൃഷിമന്ത്രി VS സുനിൽകുമാർ അല്പം മുൻപ് ഉദ്ഘാടനം ചെയ്തു. വൻ പങ്കാളിത്തത്തോടെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. തത്സമയ വിവരങ്ങളുമായി റാസൽ ഖൈമ കൾച്ചറൽ സെന്ററിൽ നിന്നും ഷിനോദ് ഷംസുദ്ദീൻ ചേരുകയാണ്. ഷിനോദ്, ചടങ്ങ് ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? പ്രമുഖരുടെ പങ്കാളിത്തം കൊണ്ട് എത്രത്തോളം സമ്പന്നമാണ് സദസ്സ്? രക്തസാക്ഷിത്വം വഹിച്ച ജാസിം ഈസ അൽ ബലൂഷിയെ ആദരിക്കുന്ന ചടങ്ങ് അല്പം മുമ്പ് തുടങ്ങി. കൃഷിമന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സന്ദേശം വായിച്ചു. അല്പസമയത്തിന് ശേഷം അദ്ദേഹം സംസ്ഥാന സർക്കാരിൻ്റെ ഉപഹാരം ജാസിമിൻ്റെ കുടുംബത്തിന് നൽകും. ഇപ്പോൾ VS സുനിൽകുമാറിൻ്റെ പ്രസംഗം തുടരുകയാണ്. ഇതിനുശേഷം ഗൾഫ് മാധ്യമത്തിൻ്റെയും മീഡിയ 1ൻ്റെയും ഉപഹാരങ്ങൾ ജാസിമിൻ്റെ കുടുംബത്തിന് കൈമാറും. റാസൽ ഖൈമയിലെ പൗരസമൂഹത്തിൽ നിന്നും അറബ് സമൂഹത്തിൽ നിന്നും വലിയ പിന്തുണയാണ് ഈ ചടങ്ങിന് ലഭിക്കുന്നത്. നിറഞ്ഞു കവിഞ്ഞ ഈ കൾച്ചറൽ സെൻറ്റർ തന്നെ അതിന് ഉദാഹരണമാണ്. ഈ ഭാഗത്ത് ഏകദേശം 900-ലധികം പേരെ കൊള്ളുന്ന ഈ ഹാള് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. ഇതിൽ നിരവധി അറബ് പൗരന്മാരും ഈ ചടങ്ങിന് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ചടങ്ങിൻ്റെ അവസാനം അറബ് കവിയായ ഷിഹാബ്
ഷിഹാബ് ഖാനിം ജാസിമിനെ കുറിച്ച് എഴുതിയ കവിത ഷാർജ ടിവിയുടെ റിയാലിറ്റി ഷോയിൽ 1ാം സ്ഥാനം നേടിയ മലയാളി പെൺകുട്ടി മീനാക്ഷി ജയകുമാർ ആലപിക്കുകയും ചെയ്യും. ഈ പരിപാടി ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം രാത്രി 11 മണി വരെ ഈ ചടങ്ങ് നീളുകയും ചെയ്യും. വലിയ തോതിൽ ഈ ഹാളിനെ വിമാനത്തിലെ യാത്രക്കാരെ രക്ഷിക്കവേ രക്തസാക്ഷിയായ UAE അഗ്നിശമന സേനാംഗം ജാസിം ഈസ അൽ ബലൂഷിയെ മരണാനന്തര ബഹുമതി നൽകി ആദരിക്കുന്ന ചടങ്ങ് റാസൽ ഖൈമയിൽ പുരോഗമിക്കുകയാണ്. വിവരങ്ങളാണ് ഷിനൂർ ഷംസുദ്ദീൻ നൽകിയത്. ഖത്തർ അമീർ ഷൈഖ് തമീം ബിൻ അഹമ്മദ് അൽ ധാനി തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദുഗാനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. മേഖലയിലെ സംഭവവികാസങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തതായി ഖത്തർ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇരു രാജ്യങ്ങൾക്കിടയിൽ വിവിധ മേഖലയിലെ സഹകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തു. പട്ടാള അട്ടിമറി ശ്രമം പരാജയപ്പെട്ടതിനു ശേഷം തുർക്കിയും ഖത്തറും ശക്തമായ ബന്ധമാണ് നിലനിൽക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരണ നടപടികളുടെയും പുരോഗതിയുടെയും പേരിൽ ബഹ്റൈന് അന്തർദേശീയ അംഗീകാരം ലഭിച്ചു. ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ ഇവാലുവേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ അച്ചീവ്മെന്റിലാണ് ബഹ്റൈന് അംഗത്വം ലഭിച്ചത്. ആംസ്റ്റർഡാം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ ആഗോള സംഘടനയിൽ ഇനി മുതൽ ബഹ്റൈൻ അംഗമായിരിക്കും. വിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്തിന്റെ 60 വർഷമായി നടത്തിവരുന്ന ശ്രമങ്ങൾക്കുള്ള അംഗീകാരമാണിതെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ മാജിദ് ബിൻ അലി അൽ നുഐമി പറഞ്ഞു. മധ്യപൗരസ്ത്യ മേഖലയിൽ പ്രവാസികളുടെ പ്രിയ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ബഹ്റൈന് ഉയർന്ന സ്ഥാനം ലഭിച്ചു. 3ാമത് വാർഷിക ഇന്റർനാഷണൽ എക്സ്പാറ്റ് ഇൻസൈഡർ സർവേയിലാണ് ബഹ്റൈൻ മുൻനിരയിലെത്തിയത്. സർവേയിൽ ഒമാനും ഉയർന്ന സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. പ്രവാസികൾക്ക് പ്രിയപ്പെട്ട 25 രാജ്യങ്ങളിലാണ് 2 രാജ്യങ്ങളും ഇടം പിടിച്ചത്. 14,000-ലധികം പേർ പങ്കെടുത്ത സർവേയുടെ ഫലമനുസരിച്ച് UAEക്ക് 40ാം സ്ഥാനമാണ് ലഭിച്ചത്. ഖത്തറിന് 61ാം സ്ഥാനവും സൗദിക്ക് 66ാം സ്ഥാനവും കുവൈത്തിന് 67ാം സ്ഥാനവും ലഭിച്ചു. മേഖലയിൽ ബഹ്റൈൻ, UAE എന്നിവിടങ്ങളിലെ പ്രവാസികൾ മാത്രമാണ് തൊഴിലിലെ സാധ്യതകളുടെ കാര്യത്തിൽ ലോക ശരാശരിയേക്കാൾ കൂടിയ നിരക്കിൽ സംതൃപ്തി രേഖപ്പെടുത്തിയതെന്നും സർവേ ഫലം വ്യക്തമാക്കുന്നു. ഖത്തറിലെ ഹമദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ യൂസേഴ്സ് ഫീ ഏർപ്പെടുത്തിയ നടപടിയെ പരക്കെ സ്വാഗതം ചെയ്യുകയാണ് രാജ്യത്തെ സ്വദേശികൾ എന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അന്താരാഷ്ട്ര നിലവാരത്തേക്കാൾ ഉയർന്ന സൗകര്യങ്ങൾ യാത്രക്കാർക്ക് അനുവദിക്കുന്ന ദോഹ വിമാനത്താവളത്തിൽ $10 തുല്യമായ സംഖ്യ നികുതിയായി സ്വീകരിക്കുന്നതിൽ തെറ്റില്ലെന്ന അഭിപ്രായമാണ് പൊതുവെയുള്ളത്. രാജ്യാന്തര തലത്തിൽ ഉന്നത നിലവാരമുള്ള വിമാനത്താവളങ്ങളിൽ ഇങ്ങനെ നികുതി ഈടാക്കി വരുന്നതായി ഇവർ അഭിപ്രായപ്പെടുന്നു. കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ നിരീക്ഷണ കാര്യാലയങ്ങൾ സ്ഥാപിക്കാനൊരുങ്ങി കുവൈത്ത് ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ്. രാജ്യത്തേക്ക് കൂടുതലായി മയക്കുമരുന്നെത്തുന്ന രാജ്യങ്ങളിൽ ഓഫീസ് സ്ഥാപിച്ച് നിരീക്ഷണം ശക്തമാക്കാനാണ് പദ്ധതി. ഇതിലൂടെ ലഹരി കടത്തുന്ന ശ്രമങ്ങൾ മുളയിലെ നുള്ളാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ. നിലവിൽ ലെബനനിലും പാകിസ്ഥാനിലും കുവൈത്തിന് നിരീക്ഷണ ഓഫീസുകളുണ്ട്. ഇറാഖിൽ ഓഫീസ് സ്ഥാപിക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണെന്നും GCC രാജ്യങ്ങൾ ഉൾപ്പെടെ മറ്റ് രാജ്യങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കാനാണ് തീരുമാനമെന്നും ഡ്രഗ് കൺട്രോൾ വൃത്തങ്ങൾ അറിയിച്ചു. ഖത്തർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ബെഞ്ച്മാർക്ക് ഓഹരി സൂചിക 2.87% താഴേക്ക് പോയി. 11,000 പോയിന്റുകൾ കുറവായാണ് കഴിഞ്ഞ ബുധനാഴ്ച ഓഹരി വിപണി അവസാനിച്ചത്. രാജ്യത്തെ ഓഹരി വിപണിയിലെ 3 ദിവസമായുള്ള ശക്തമായ ലാഭമെടുപ്പ് പ്രവണതയും വ്യക്തികളും സ്ഥാപനങ്ങളും അടങ്ങുന്ന ഓഹരി ഇടപാടുകാർ ലാഭമെടുപ്പിനായി വിറ്റഴിക്കൽ പ്രവണത തുടർന്നതുമാണ് ഇതിന് കാരണമായി വിലയിരുത്തുന്നത്. ഓഗസ്റ്റ് പകുതിയിലും സമാനമായ സ്ഥിതിയുണ്ടായിരുന്നു. വിദേശത്തെ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലെ IIT-കളിൽ പ്രവേശനം തേടാൻ ഇന്ത്യൻ മാനവ വിഭവശേഷി മന്ത്രാലയം അവസരമൊരുക്കുന്നു. ഇതിന്റെ ഭാഗമായി വിവിധ IIT-കളിൽ നിന്നുള്ള പ്രതിനിധി സംഘം ഈ മാസം 5 മുതൽ 7 വരെ UAE-യിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കും. അബുദാബിയിൽ 5-ന് രാത്രി 7:30 ഇന്ത്യൻ സോഷ്യൽ സെന്ററിലും ദുബായിൽ 6-7 തീയതികളിലുമായിരിക്കും പരിപാടി. 11-12 ക്ലാസുകാർക്കും അവസാന വർഷത്തെയും തൊട്ടുമുൻ വർഷത്തെയും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാം. പ്രവേശന പരീക്ഷകൾ, പ്രവേശന നടപടികൾ, വിവിധ IIT-കളിലെ ക്യാമ്പസ് അന്തരീക്ഷം തുടങ്ങിയ കാര്യങ്ങളെല്ലാം പ്രതിനിധി സംഘം വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കും. ദിവസേന 300 ടണ്ണിലധികം പച്ചക്കറി പഴവർഗ്ഗങ്ങൾ ഖത്തറിലെ സെൻട്രൽ മാർക്കറ്റിൽ എത്തുന്നുണ്ടെന്ന് ഔദ്യോഗിക കണക്ക്. 30 രാജ്യങ്ങളിൽ നിന്നായാണ് പ്രധാനമായും ഇവ എത്തിച്ചേരുന്നത്. ഇതിൽ 50 ടൺ UAE വഴിയും 250 ടൺ എത്തിച്ചേരുന്നത് സൗദി അറേബ്യ വഴിയുമാണ്. ഇതിനു പുറമെ രാജ്യത്തെ പ്രാദേശിക കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും വിറ്റഴിക്കാനായി പ്രത്യേകം ചന്തകളും രാജ്യത്ത് തുടങ്ങിയിട്ടുണ്ട്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ സ്മരണാർത്ഥം KMCC ബഹ്റൈൻ നടത്തിയ രക്തദാന ക്യാമ്പ് ജനകീയ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ബഹ്റൈനിൽ നടന്ന 12ാമത് ക്യാമ്പാണിത്. രക്തം നമ്മെ ഒന്നിപ്പിക്കുന്നുവെന്ന സന്ദേശവുമായി KMCC ബഹ്റൈൻ ഘടകം സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പിൽ 210 പേരാണ് രക്തം നൽകാനെത്തിയത്. തുടർച്ചയുള്ള രക്തദാന പ്രവർത്തനങ്ങൾക്കും ഈ രംഗത്തെ മികച്ച സേവനത്തിനും അധികൃതരുടെ അഭിനന്ദനം ലഭിച്ചിട്ടുള്ള KMCC ബഹ്റൈൻ ആരോഗ്യ മന്ത്രാലയവുമായി സഹകരിച്ച് മലബാർ ഗോൾഡിന്റെ സഹായത്തോടെയാണ് ഇത്തവണ ക്യാമ്പ് സംഘടിപ്പിച്ചത്.
പ്രമുഖ സാമൂഹിക പ്രവർത്തക ഉമാപ്രേമൻ അടക്കമുള്ള പ്രമുഖർ ക്യാമ്പ് സന്ദർശിക്കാനെത്തിയിരുന്നു. രക്തദാനത്തിന് മാത്രമായുള്ള ബ്ലഡ് ബുക്ക് എന്ന ആപ്ലിക്കേഷൻ ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് KMCC ഭാരവാഹികൾ അറിയിച്ചു. അവശ്യഘട്ടങ്ങളിൽ രക്തദാനം നിർവഹിക്കുന്നതിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന രക്തദാന ഡയറക്ടറിയും വെബ്സൈറ്റും പ്രവർത്തിച്ചു വരുന്നതായും സംഘാടകർ വ്യക്തമാക്കി. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. മഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സമാന ഗ്രൂപ്പ് വിദേശത്തും സ്വദേശത്തുമുള്ള മലയാളികളുടെ നിക്ഷേപങ്ങൾ ഉപയോഗപ്പെടുത്തി ബിസിനസ് പദ്ധതികൾ വിപുലീകരിക്കാൻ ഒരുങ്ങുന്നു. ഇന്റർനാഷണൽ ഹെൽത്ത് സർവീസസ്, ഹൈടെക് ഫാമിംഗ്, IT തുടങ്ങിയ മേഖലകളിലേക്കാണ് പുതുതായി കടന്നുവരാൻ ഒരുങ്ങുന്നത്. ഈ പദ്ധതികൾക്കായുള്ള സ്ഥലമെടുപ്പും പ്രാരംഭ പ്രവർത്തനങ്ങളും തുടങ്ങിക്കഴിഞ്ഞതായി നിക്ഷേപ സാധ്യതകൾ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മസ്കത്തിലെത്തിയ കമ്പനി പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റീജൻസി ഗ്രൂപ്പിന്റെ മിഡിൽ ഈസ്റ്റിലെ 41ാമത്തെ ശാഖ ഖത്തറിൽ ആരംഭിക്കുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഖത്തറിലെ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയിലെ 3ാമത് ശാഖ സെപ്റ്റംബർ 5-ന് തിങ്കളാഴ്ച വൈകിട്ട് 6 മണിക്ക് അൽ ബുഖൈറിലെ എസ്ദാൻ മാളിൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് റീജൻസി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അൻവർ അമീൻ പറഞ്ഞു. പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പായ എസ്ദാൻ ഹോൾഡിംഗ് ഗ്രൂപ്പുമായി സഹകരിച്ചാണ് ഗ്രാൻഡ് ഹൈപ്പറിന്റെ 3ാമത് ശാഖ തുറക്കുന്നത്. ദുബായിൽ തീപിടിച്ച തിരുവനന്തപുരം എമിറേറ്റ്സ് വിമാനത്തിലെ യാത്രക്കാരെ രക്ഷിക്കവേ രക്തസാക്ഷിയായ UAE അഗ്നിശമന സേനാംഗം ജാസിം മീസ ആൽ ബലൂഷിയെ മരണാനന്തര ബഹുമതി നൽകി ആദരിക്കുന്ന ചടങ്ങ് റാസൽ ഖൈമയിൽ കൃഷിമന്ത്രി VS സുനിൽകുമാർ അല്പം മുൻപ് ഉദ്ഘാടനം ചെയ്തു. വൻ ജനപങ്കാളിത്തത്തോടെ ചടങ്ങുകൾ റാസൽ ഖൈമയിൽ പുരോഗമിക്കുകയാണ്. ദുബായിൽ തീപിടിച്ച തിരുവനന്തപുരം എമിറേറ്റ്സ് വിമാനത്തിലെ യാത്രക്കാരെ രക്ഷിക്കവേ രക്തസാക്ഷിയായ UAE അഗ്നിശമന സേനാംഗം ജാസിം മീസ ആൽ ബലൂഷിയെ മരണാനന്തര ബഹുമതി നൽകി ആദരിക്കുന്ന ചടങ്ങ് റാസൽ ഖൈമയിൽ പുരോഗമിക്കുകയാണ്. വൻ ജനപങ്കാളിത്തത്തോടെയാണ് ചടങ്ങ് നടക്കുന്നത്. നിരവധി മലയാളി പ്രവാസികളുടെ ജീവൻ രക്ഷിക്കുന്നതിനിടെ മരണമടഞ്ഞ ജാസിം മീസ ആൽ ബലൂഷിയുടെ കുടുംബത്തിന് കേരളം സന്ദർശിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്ഷണം. ക്ഷണപത്രിക ഇന്ന് രാത്രി റാസൽ ഖൈമയിൽ ഗൾഫ് മാധ്യമവും മീഡിയ 1 സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ കൈമാറുമെന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ പറഞ്ഞു. ചടങ്ങിൽ സംസ്ഥാന സർക്കാരിന്റെ ഉപഹാരവും മന്ത്രി കൈമാറും. ജാസിമിന്റെ രക്തസാക്ഷിത്വം മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ അന്ന് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കുടുംബത്തിന് അനുശോചന സന്ദേശം അയച്ചിരുന്നുവെന്നും മന്ത്രി VS സുനിൽകുമാർ വ്യക്തമാക്കി. ഇതോടെ മിഡീസ് ടവർ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in സന്ദർശിക്കുക. ഇനി സ്പെഷ്യൽ എഡിഷൻ പുനഃസംപ്രേഷണം കാണാം. ഗുഡ് നൈറ്റ്.